ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് JRC സെലക്ഷൻ ടെസ്റ്റിന് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? ഉത്തരം മെയ് 8. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യൂനന്റ്. മൂന്നാമത്തെ ചോദ്യം, ഹെൻറി ഡ്യൂനന്റ് ഏതു രാജ്യക്കാരനാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. നാലാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ മോട്ടോ എന്താണ്? ഉത്തരം സേവനം. അഞ്ചാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ആറാമത്തെ ചോദ്യം, റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന് എത്ര തവണ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്? ഉത്തരം 3 തവണ. 1917, 1944, 1963 എന്നീ 3 വർഷങ്ങളിലായാണ് റെഡ് ക്രോസ് സംഘടനയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഏഴാമത്തെ ചോദ്യം, റെഡ് ക്രോസ് പതാകയുടെ പ്രത്യേകത എന്താണ്? ഉത്തരം വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന കുരിശ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റെഡ് ക്രോസ് സൊസൈറ്റി എപ്പോഴാണ് നിലവിൽ വന്നത്? ഉത്തരം 1920. പാർലമെൻറ്റ് ആക്ട് വഴിയായിരുന്നു ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി വന്നത്. ഒൻപതാമത്തെ ചോദ്യം, JRC അംഗങ്ങളുടെ പ്രായപരിധി എത്രയാണ്? ഉത്തരം 5 മുതൽ 16 വയസ്സുവരെ. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് എപ്പോൾ? ഉത്തരം 1920. 11ാമത്തെ ചോദ്യം, 1ാം ലോക മഹായുദ്ധത്തിനു ശേഷം റെഡ് ക്രോസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ലീഗ് ഓഫ് റെഡ് ക്രോസ് സൊസൈറ്റീസ്. 12ാമത്തെ ചോദ്യം, ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഹെൻറി ഡ്യൂനന്റ്. 1901 ഹെൻറി ഡ്യൂനന്റിന് ആദ്യത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 13ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി രൂപീകൃതമായ വർഷം? ഉത്തരം 1863. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ ജൂനിയർ റെഡ് ക്രോസിൻ്റെ സംസ്ഥാന ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. 15ാമത്തെ ചോദ്യം, പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഡോക്ടറുടെ സഹായം ലഭിക്കുന്നതുവരെ രോഗിയുടെ അവസ്ഥ വഷളാകാതെ നോക്കുക എന്നിവയൊക്കെയാണ് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 16ാമത്തെ ചോദ്യം, എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഹെൻറി ഡ്യൂനന്റ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. 18ാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ ലോഗോ എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം സ്വിസ് പതാകയോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. 19ാമത്തെ ചോദ്യം, റെഡ് ക്രോസിന് എത്ര അടിസ്ഥാന തത്വങ്ങളുണ്ട്? ഉത്തരം 7. മാനവികത, നിഷ്പക്ഷത, സ്വതന്ത്രത, സന്നദ്ധ സേവനം, ഐക്യം, സാർവത്രികത ഇവയൊക്കെയാണ് റെഡ് ക്രോസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. 20ാമത്തെ ചോദ്യം, ലോക റെഡ് ക്രോസ് ഡേ എന്ന് ആഘോഷിക്കുന്നു? ഉത്തരം മെയ് 8.